الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ചത്. സൂറ ഖാഫ്. ഐഹിക ജീവിതവും പരലോക ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഉത്ബുദ്ധരാക്കുക, അതായിരുന്നു ഖുതുബയുടെ വിഷയം. അതിൻ്റെ മേഖല റസൂൽ എങ്ങനെയാണ് സംസാരിച്ചു പോകാറുള്ളത്. അത് തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ പരിവർത്തനമുണ്ടാവുക. യഥാർത്ഥത്തിൽ എന്താണ് ജീവിതം? നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖലയെ വിലയിരുത്തിയിട്ട് നമ്മൾ നമ്മളോട് ചോദിക്കുക, എന്താണ് ജീവിതം? ചെറുപ്പക്കാരാലോചിച്ചാൽ പഠനം ഒരുപാട് ത്യാഗമുള്ള പരിപാടിയാണ്. പഠനമാണോ ജീവിതം? അത് കഴിഞ്ഞ് അധ്യാപനമായി അല്ലെങ്കിൽ മറ്റുദ്യോഗങ്ങളായി മറ്റു ജോലികളായി അതൊക്കെയാണോ ജീവിതം? പ്രതിസന്ധികളില്ലാതെ സമാധാനത്തോടുകൂടി ആസ്വദിച്ച് ജീവിക്കുക എന്ന ഒരു ജീവിതം എന്നതുകൊണ്ട് വിവക്ഷ ഇതൊക്കെയാണോ? അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ എന്തെങ്കിലും ആസ്വാദനങ്ങളിൽ മുഴുകി അങ്ങനെ കഴിച്ചു കൂട്ടലാണോ? ഇവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരുപാടുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത, പരിപൂർണമായി ആസ്വദിക്കാൻ കഴിയുന്ന, ബാധ്യതകളൊന്നുമില്ലാത്ത ഒരു ലൈഫ്, അത് മരണാനന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നദ്ദാറൽ ആഖിറ, ഈ പരലോകം എന്ന് പറയുന്നത് ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. ലൗ കാനൂ യഅലമൂൻ, മനസ്സിലാക്കിയാൽ ആർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം പരലോകമാണ് ജീവിതം, അല്ലാതെ ഇവിടെയല്ല. ഇവിടെ ഒരു പരീക്ഷണ കാലഘട്ടം മാത്രമാണ്, നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളുമുള്ള. പരലോകമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതം, എന്നെന്നും അവശേഷിക്കുന്ന ജീവിതം, അതുപോലെ ആസ്വാദനാകരമായ ജീവിതം, നിർഭയത്വമുള്ള ജീവിതം, ഒന്നിനെയും പേടിക്കാതെയുള്ള നിർഭയത്വമുള്ള ജീവിതം. അത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ
വിശ്വാസികൾക്ക് ലഭിക്കുന്നതാണ്. അത് ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് ആലോചിക്കാനാണ് ഐഹിക ജീവിതം. അല്ലാതെ ഇവിടെയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഒഴിവാക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതല്ല ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക. ഒന്നാമത്തെ പണി നമുക്കറിയാം. അല്ലാഹു പറയുന്നു, വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ചു. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തോട് ശിർക്ക് കലർന്നില്ല. വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ള ജീവിതം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. യാതൊരുവിധ ശിർക്കിന്റെ ചായ്വുകളുമില്ലാതെ പൂർണ്ണമായി അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ ഇവിടെയും ഒരർത്ഥത്തിൽ സമാധാനവും ശാന്തിയുമായി വരും. ഞാൻ ബലഹീനനാണ്, എന്തിന് പേടിക്കണം? എൻ്റെ ആരാധ്യൻ കവിയാണ്, അതിശക്തനാണ്. അവന്റെ ദാസനാകുന്ന ഞാൻ എന്തിന് പേടിക്കണം? എനിക്ക് പലതും അറിയില്ല, നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. പക്ഷേ ഞാനെന്തിന് പേടിക്കണം? എൻ്റെ ആരാധ്യന് എല്ലാം അറിയാം. ഞാൻ ദരിദ്രനാണ്, ജീവിതാവശ്യങ്ങൾക്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന ധൈര്യമില്ല. പക്ഷെ എന്തിന് പേടിക്കണം? എൻ്റെ ആരാധ്യൻ ധനിയാണ്, എല്ലാം ഉള്ളവനാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും തൗഹീദിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സമാധാനം, അതാണ് ഐഹികമായ സമാധാനം. ആ ഒരു ജീവിതം നയിച്ച വ്യക്തി പരലോകത്തെത്തുമ്പോൾ അവിടെ ലഭിക്കുന്ന സമാധാനം സ്വർഗീയ ജീവിതം. അതാണ് സമാധാനം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അവർക്കാണ് സമാധാനം, അവർക്കാണ് നിർഭയത്വം എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖുതുബ തുടരുകയാണ്, സഹാബാക്കളോട് പരലോകം ഊന്നി പറയുകയാണ്. അതുണ്ടാകുമെന്നത് തീർച്ചയാണ്. അതിന് ചരിത്രപരമായ വസ്തുത കൂടി റസൂലുള്ളാഹി സൂറ ഖാഫിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. കദ്ദബത് ഖബലഹും ഖൗമു നൂഹ്, അവർക്ക് മുമ്പ് നൂഹിന്റെ ആളുകൾ കളവാക്കിയില്ലേ മുർസലീങ്ങളെ? ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, എനിക്ക് മുമ്പുള്ള മുർസലീങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് എന്ന വസ്തുതയാണ് ഇതിലൂടെ റസൂലുള്ളാഹി സഹാബത്തിനോട് പറയുന്നത്. ഒരു പരലോകമുണ്ട് എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ മുർസലീങ്ങളും പറഞ്ഞു. എന്നിട്ടോ അവരുടെ ജനത അവർക്ക് അതിനെ കളവാക്കി തള്ളിക്കളഞ്ഞു. എന്താ സംഭവിച്ചത്? അവിടെ പരലോകത്തിന്റെ പക്ഷം അതല്ലേ വിജയിച്ചത്, റബ്ബല്ലേ വിജയിച്ചത്. എതിരാളികൾ, മുശ്രിക്കുകൾ, ശത്രുക്കൾ പരാജയപ്പെടുകയല്ലേ ചെയ്തത്. തുടരുന്നു, റസ്സുകാര് കഴിഞ്ഞു പോയില്ലേ? ഒരു നബിയെ പൊട്ടക്കിണറ്റിലിട്ട് കൊന്നുകളഞ്ഞ ഒരു നാട്ടുകാർ, അസ്ഹാബുർ റസ്, അതിൽ നികത്തിക്കളഞ്ഞു അവർ. ആ റസൂല് വന്നിട്ട് അവരോട് പറഞ്ഞു, പരലോകമുണ്ട്, ഏകദൈവ വിശ്വാസമാണ് ശരി, നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്നവരെ ഉത്ബോധിപ്പിച്ചപ്പോൾ ആ പ്രവാചകനെതിരെ തിരിഞ്ഞിട്ട് നാട്ടുകാർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അല്ലാഹ് പറയുന്നു, അസ്ഹാബുർ റസ്സിന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? ഓർമ്മിക്കണം. അല്ലാഹ് കൈകാര്യം ചെയ്തില്ലേ അവരെ? വസമൂദ്, സമൂദ് ഗോത്രത്തെ കൈകാര്യം ചെയ്തില്ലേ? വആദും വഫിർഔൻ, ആദ് സമൂഹത്തെ, ഫിർഔനിനെ കൈകാര്യം ചെയ്തില്ലേ? വഇഖ്വാനു ലൂത്ത്, ലൂത്തിന്റെ സഹോദരങ്ങളെ അല്ലാഹു കൈകാര്യം ചെയ്തില്ലേ? വഅസ്ഹാബുൽ ലൈക, ഒരുപാട് മരങ്ങളുള്ള ഒരു പ്രദേശത്തുള്ള ആളുകൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ധിക്കരിച്ച് ശിർക്കിൽ മുഴുകിയപ്പോ അള്ളാഹ് കൈകാര്യം ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? വഖൗമു തുബ്ബഅ് അള്ളാഹു വെറുതെ വിട്ടോ? അതുപോലെ തന്നെ കുല്ലും കദ്ദബ റുസുല ഫഹഖ വഈദ്, അവരെല്ലാം മുർസലീങ്ങളെ കളവാക്കി. തൗഹീദാണ് ശരി, പരലോകമുണ്ട് എന്ന് പറഞ്ഞപ്പോ അതല്ല, അതിന് പകരം ശിർക്കാണ്, ഈ ലോകത്തുള്ളത് തന്നെയാണ് ജീവിതം എന്ന രൂപത്തിൽ ധിക്കാരികളായി ജീവിച്ച ഒരു പറ്റം ആളുകളെ എണ്ണിയിട്ട് എന്തായി എന്ന് ചോദിച്ചു. വിശുദ്ധ ഖുർആനിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര യാഥാർത്ഥ്യമാണ്.
അത് ആളുകൾക്ക് മറക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായി ഭൂമി ലോകത്ത് നടന്നതാണ്. നമ്മുടെ വാഗ്ദത്തം സത്യമായി പുലർന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. വീണ്ടും അല്ലാഹു തആല പുനർജന്മത്തിന് തെളിവ് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിലൂടെ സ്വഹാബത്തിനെ കേൾപ്പിക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പുനർജന്മമില്ലെന്നോ? ആദ്യ തവണ സൃഷ്ടിച്ചത് കൊണ്ട് അള്ളാഹുവിന് ക്ഷീണം പിടിച്ചു പോയെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അംഗീകരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടല്ലോ. ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ പറയാറുള്ള, ഏത് മുശ്രിക്കും അംഗീകരിക്കുന്ന മനുഷ്യന്റെ ഈ ഐഹികമായ സൃഷ്ടിപ്പ്, ഈ സൃഷ്ടിപ്പ് അല്ലാഹ് നടത്തിയതല്ലേ? ഈ സൃഷ്ടിപ്പ് കൊണ്ട് ഇനിയൊരു പണിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹു ക്ഷീണിച്ചു പോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്, അർത്ഥഗർഭമുള്ള ചോദ്യമാണ്. ഒരു പുതിയ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സൃഷ്ടിപ്പ് അഥവാ പരീക്ഷണത്തിന് വേണ്ടിയുള്ള ഐഹിക സൃഷ്ടിപ്പാണിത്. എന്നാൽ പ്രതിഫലം കൊടുക്കാനുള്ള ഒരു പുതിയ സൃഷ്ടിപ്പ് അല്ലാഹു തആല നടത്തുക തന്നെ ചെയ്യും. അതിന് അല്ലാഹുവിന് കഴിയില്ല, അല്ലാഹു ക്ഷീണിച്ചിട്ടുണ്ട് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അഥവാ തുടർന്നു കൊണ്ട് അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു കമ്പനി എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയത് പോലെയല്ല. കാറുണ്ടാക്കി, ആ കമ്പനിക്ക് അറിയില്ല ആരാണത് ഓട്ടുന്നത്, എത്ര സ്പീഡിലാണ്, അതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, ധർമ്മത്തിന് വേണ്ടിയാണോ അധർമ്മത്തിന് വേണ്ടിയാണോ അത് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യപ്പെടുന്നു, കമ്പനി അറിയില്ല. എന്നാൽ അതുപോലെ ഉണ്ടാക്കി അങ്ങ് വിട്ടതാണോ മനുഷ്യനെ? അല്ലാഹു സൂറ ഖാഫിൽ തുടരുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും കൃത്യമായി നമുക്കറിയാം. അല്ലാഹു പറയാം, പരസ്യമായി പറയുന്നതറിയാം, രഹസ്യമാക്കി പറയുന്നതറിയാം. പറയാതെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിചാരം പോലും അറിയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് അടുത്തു നിൽക്കുന്നു നാം. അള്ളാഹുവിന്റെ അറിവ് ഓരോ മനുഷ്യനോടും അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തു നിൽക്കുന്നതാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. കൃത്യമായിട്ടറിയാം. ഇത് യതലഖൽ മുതലഖയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖറീദ്, ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഇരുന്നു കൊണ്ട് രണ്ട് മലക്കുകൾ ആ മനുഷ്യനിൽ നിന്നുണ്ടാകുന്നത് മുഴുവനും ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യനിൽ നിന്ന് ഉത്ഭവിച്ചാൽ മതി, അതവര് സ്റ്റോറിയാണ്, ഏറ്റെടുക്കുകയാണ്, സൂക്ഷിക്കുകയാണ്. അവന്റെ വിചാരമാണെങ്കിൽ അത്, അവന്റെ വാക്കുകളാണെങ്കിൽ അത്, അവന്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ അത്, എല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കൂടി മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണേ എന്ന് അല്ലാഹു തആല സൂറ ഖാഫിലൂടെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇതാ നമ്മുടെ പരലോക വിശ്വാസം. എന്നിട്ട് അല്ലാഹു തുടരുന്നു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്കുച്ചരിക്കാൻ സാധ്യമല്ല, അതിന് സൂക്ഷിപ്പുകാരുണ്ട്, റഖീബുണ്ട്, അതീദുണ്ട്, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. സൂറ ഖാഫിൽ അല്ലാഹു പറയുകയാണ്, കൃത്യമാണ്. ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനെ ഒരു നന്മയായിട്ട് എഴുതി വെക്കുന്നു മലക്ക്. അത് ചെയ്താലോ 10 നന്മയായിട്ട് എഴുതി വെക്കുന്നു. ഒരു തിന്മ വിചാരിച്ചു പോയാൽ അതിനെ കുറ്റമായി എഴുതുന്നില്ല, അത് ചെയ്താൽ ഒരു തെറ്റായിട്ട് എഴുതി വെക്കുന്നു, അതിനും പാശ്ചാത്താപത്തിന്റെ സാവകാശം കൊടുക്കുന്നു. ഇത്രമാത്രം ആനുകൂല്യം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ദാസന് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിൽ,
മുനിഅൽ ലിസാനു അനിൽ കലാമി ലിഅന്നഹു കഹ്ഫുൽ ബലാഇ വജാലിബുൽ ആഫാതി. ഈ തൊള്ള, മനുഷ്യന്റെ തൊള്ള, ആ തൊള്ളയിൽ നിന്ന് സംസാരം പുറത്തു വരാതിരിക്കുന്നു. എന്തുകൊണ്ട്? അതിന്റെ ആഫത്തുകൾ പേടിച്ചിട്ട്, അതിന്റെ അബദ്ധങ്ങൾ പേടിച്ചിട്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറാണോ പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗുണമുണ്ടോ എങ്കിലും സംസാരിക്കുക, ആലോചിക്കുക, അതിനുശേഷം വർത്താനം പറയാ. കാരണം ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നാളെ ആഖിറത്തിലെത്തിയിട്ട് ഇതിന്റെ കെട്ട് കഴിച്ചിട്ടാണ് പരിശോധന. ഈ ഭണ്ഡാരവുമായിട്ട് പോകേണ്ടി വരും. ആ ഓർമ്മ വേണേ എന്നാണ് സൂറ കഹ്ഫിലൂടെ അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ അങ്ങ് ജീവിച്ചു, കുറെ കാര്യങ്ങൾ ചെയ്തു, ഒക്കെ റെക്കോർഡാണ്. ജീവിച്ചാൽ എങ്ങോട്ടാ നടന്നെടുക്കുന്നത്? സൂറ ഖാഫ് തുടരുന്നു, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. ആ യഥാർത്ഥമാകുന്ന മരണം അതാസന്നമാവുകയാണ്. ആ മരണവെപ്രാളം അതെല്ലാവരെയും പിടികൂടുകയാണ്. എന്നിട്ടോ ളാലിക മാ കുൻത മിൻഹു തഹീദ്, അവനോട് പറയപ്പെടുന്നു, നീ ഏതൊരു മരണത്തിൽ നിന്നാണോ ഇതുവരെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്, ആ മരണമാണിത്. ഷുഗർ കൂടിയിട്ടുണ്ടോ, പ്രഷർ കൂടിയിട്ടുണ്ടോ, എപ്പോഴും ചെക്കപ്പ. എന്താ പേടിയാ? മരിക്കാൻ പേടിയാണ്. ആളുകൾ ഇങ്ങനെ മരണത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാ. ആ ഓടിക്കൊണ്ടിരിക്കുന്ന മരണം ഒരു തവണ, ഒരു വേള അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് അത് ആസന്നമാവുക തന്നെ ചെയ്യും. ആ മരണവെപ്രാളമുണ്ടാകും. അള്ളാഹ് പറയാണ്, അതിനു മുമ്പ് ചെയ്തത് മുഴുവനും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈ ഒരവസ്ഥയിലേക്കാണ് എല്ലാവരും നടന്നെടുക്കുന്നത് എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ. ഈ ഖുതുബയിലെ പരിവർത്തനം ആയാത്തുകളിലൂടെ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്കും അള്ളാഹുവിന്റെ ഖുർആൻ ഉപകാരപ്പെട്ടു. അങ്ങനെ ഉപകാരപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പരമാവധി നല്ല രീതിയിൽ ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഒരു അന്ത്യമല്ല, ഒരു ജീവിതത്തിന്റെ തുടക്കം മാത്രമാണെന്ന് നമുക്കറിയാം. അതൊരു കവാടമാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്നെല്ലാം മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്നുണ്ട്. അവർ ബർസഖിയായ ജീവിതത്തിലാണ്. അവരോടൊപ്പം നമ്മളും പോയി ചേരും. ഖബറാളികൾക്ക് സലാം പറയുമ്പോൾ വരെ നമ്മളത് പറയാറില്ലേ? സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ കഴിഞ്ഞിട്ട് വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ അടുത്തേക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങളും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ നിന്നും തുടരുകയാണ് യാത്ര. അള്ളാഹു തുടരുന്നു. സൂറ ഖാഫ്, വനുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടും. അഥവാ പ്രകൃതിക്ക് മരണമുണ്ട്, മനുഷ്യർക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചം അവസാനിക്കും, ഈ സംവിധാനമില്ലാതാകും. ളാലിക യൗമുൽ വഈദ്, അതാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം. പലരും ആലോചിക്കും, ഇതൊക്കെ പഴഞ്ചന, സൂറെന്ന കാഹളം, ഒരു മലക്ക് ഊതുക, ഇതൊക്കെ വെറുതെ പറയുന്ന വർത്താനാണ് എന്നൊക്കെയാണ് പലരും ആലോചിക്കുക. പറഞ്ഞത് അള്ളയാകുക, എഴുതി വെച്ചത് അറബിയിലും ആകുക, എന്നാൽ അത് പഴഞ്ചനായി. പറയുന്നത് ശാസ്ത്രമാകുക, എഴുതിയത് ഇംഗ്ലീഷിലാകുക, എന്നാ ഉഷാറായി. ഇങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. ഈ പ്രകൃതിയുടെ തുടക്കത്തെ സംബന്ധിച്ച് എന്താ അള്ളാഹ് പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞത്, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ
ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ആലോചിക്കുന്നില്ലേ? ആകാശവും ഭൂമിയും അഥവാ ഈ പ്രകൃതി മുഴുവനും ഒരു പദാർത്ഥത്തിൽ നിന്ന് ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ രൂപപ്പെട്ടതാണ്. ഒരു പദാർത്ഥം അത് വികസിച്ചതാണ്. ഇന്ന് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരുപാട് ആലോചനകൾ നേരത്തെ പറഞ്ഞുപോയ ബിഗ് ബാങ് തിയറിയെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വലിയ മഹാവിസ്ഫോടനത്തിന്റെ ഫലമായി ഈ പ്രപഞ്ചം രൂപപ്പെടുകയും അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയുമാണെന്നാണല്ലോ ശാസ്ത്രീയമായ കണ്ടെത്തൽ. അത് തന്നെയല്ലേ ഖുർആനിൽ പറയുന്നത്? പറഞ്ഞത് അറബിയിലായി പോയി എന്നല്ലേ? അതങ്ങനെ വികസിച്ച് അതിനും വേണ്ടേ ഒരു അന്ത്യം. ഏത് പദാർത്ഥമാണോ പൊട്ടി വികസിച്ചത് അതിന്റെ വികസനത്തിന്റെ അന്ത്യത്തെ കുറിച്ച് ഇന്ന് പല ആലോചനകളും നടക്കുന്നുണ്ട്. അവസാനവും ഉണ്ടൊരു പൊട്ടിത്തെറി. ഈ സംവിധാനം അവസാനിക്കുന്ന പൊട്ടിത്തെറി. അതാണ് പരലോകത്തേക്കുള്ളത്. അതാണ് അല്ലാഹു തആല നമ്മോട് സൂചിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, വസ്സമാഅ ബനൈനാഹ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ഈ പ്രപഞ്ചം അള്ളാഹുവിന്റെ സൃഷ്ടി, അള്ളാഹുവിന്റെ ശക്തി കൊണ്ടുണ്ടാക്കിയതാണ്. അള്ളാഹുവിന്റെ കഴിവ് അവന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിങ്ങനെ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വല്ലർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. ഭൂമിയോ അതിനെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു പരവതാനിയായി അല്ലാഹു തആല എത്ര സുന്ദരമായാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതെല്ലാം പറയുന്നു വിശുദ്ധ ഖുർആനിൽ. ശാസ്ത്രീയ സത്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പരലോകത്ത് നമ്മളെല്ലാവരും എത്തുന്ന രംഗവും ആ സൂറയിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോരുത്തരും വരും മഹ്ശറയിൽ. കൂടെ 2 ആളുകൾ ഉണ്ടാവും, 2 മലക്കുകൾ. ഒരു മലക്ക് ഈ ശരീരത്തെ കൊണ്ടുപോവുകയാണ്. 2ാമത്തെ മലക്ക് ഈ മനുഷ്യന്റെ രേഖ കൊണ്ടുപോവുകയാണ്, അള്ളാന്റെ അടുത്ത് സമർപ്പിക്കാൻ. ഇവൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളാണിത്. എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാ അതിലുണ്ടാവുക. ആ കൊണ്ടുപോക്ക് 2 രൂപത്തിലാണ്. സൽക്കർമ്മമാണ് രേഖയിലുള്ളതെങ്കിൽ ആ നയിച്ചു കൊണ്ടുപോകും. നേരെ മറിച്ച് കൊലപാതകവും പലിശയും കളവും നമീമത്തും ഇതുപോലുള്ള സംഗതികളാണ് അവന്റെ ആ റെക്കോർഡിലുള്ളതെങ്കിൽ ആ മനുഷ്യനറിയാം, ഞാൻ അവിടെ പോയാല് നല്ല ഇടപാടൊന്നും അല്ല നടക്കാൻ. അവൻ ആട്ടിത്തെളിച്ച് കൊണ്ടുപോക്കാണ് മലക്കുകളുടെ. എന്നിട്ടോ അവിടെ കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക റബ്ബിന്റെ അടുത്ത്. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. റബ്ബേ, എന്റെ അടുത്ത് ഒരുക്കി വെച്ച മനുഷ്യനിതാ. ഈ രേഖയൊക്കെ ഏൽപ്പിച്ചിട്ട് റബ്ബിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് രംഗം സൂറ ഖാഫ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാർക്കോ ഉള്ള അനുഭവമല്ല, നമുക്കുള്ളതാണ്. നമ്മൾ മരിച്ചാൽ നമ്മെ അള്ളാഹുവിങ്കൽ ഏൽപ്പിക്കുന്ന രംഗാണ് അള്ളാഹു ഈ പറഞ്ഞു തരുന്നത്. മലക്കുകളാണ്. ഈ കരീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം റെക്കോർഡ് ചുമക്കുന്ന മലക്കാണ് എന്നൊരു തഫ്സീർ. ഇനി അതല്ല, ഇവനെ പിഴപ്പിച്ച പിശാചാണ് എന്ന് മറ്റൊരഭിപ്രായമുണ്ട്. ആ പിശാചും കൂടെ തന്നെ പോകും. അള്ളാന്റെ അടുത്ത് വാക്ക് കൊടുത്തിട്ടല്ലേ ഭൂമിയിലേക്ക് വന്നത്, പരമാവധി ഞാൻ പിഴപ്പിക്കുന്നു. അങ്ങനെ ആ പിഴപ്പിക്കുന്നതിൽ അവൻ വിജയിക്കുകയും ഈ മനുഷ്യൻ പിഴക്കുകയും ചെയ്താൽ എന്നീ സൂറയിൽ തന്നെ ശേഷം പറയുന്നുണ്ട്. അഥവാ അവനെ പിഴപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ആദ്യം അള്ളാന്റെ അടുത്തവൻ പറയും, ഞാൻ പിഴപ്പിച്ച ആളാണ്, ഞാൻ കൊണ്ടുവന്ന ആളാണ്. അങ്ങനല്ലേ ഡോക്ടർമാരെയൊക്കെ കാണുമ്പോ അധ്യാപകന്മാര് പറയും, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. എന്നാ പഠിപ്പിച്ച കുട്ടികളെ മുഴുവനും ജയിച്ചിട്ടുണ്ടോ? എല്ലാരും നന്നായിട്ടുണ്ടോ? ഇല്ല.
അതുപോലെ പഠിച്ച ആളുകളെ നന്നായിട്ടുള്ളൂ. അതുപോലെ രണ്ട് പ്രയോഗമുണ്ട് പിശാചിനവിടെ. അഥവാ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇവൻ പേച്ചത് എന്ന അർത്ഥത്തിലാണ്, എന്റെ ആളാണിത്, ഞാൻ പേപ്പിച്ച ആളാണ് എന്നും പറഞ്ഞിട്ട് ആദ്യം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. രണ്ടാമത് അവനെക്കൊള്ള ചോദ്യം വരുമ്പോ അവൻ പറയുന്നു അത് ഓൻ തന്നെ പേച്ചതാണ്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്, പേച്ചതോനാണ്. ഈ രൂപത്തില് രണ്ട് വർത്താനവും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പിശാച് നിങ്ങളോടൊപ്പമുണ്ട്. അവൻ നിങ്ങളുടെ വാപ്പയുടെ ശത്രുവാണ്. വാപ്പാനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അവനാണ്. അതുപോലെ നിങ്ങളെ പിഴപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സത്യം ചെയ്ത് ശപഥം ചെയ്ത് പറഞ്ഞിട്ട് അവനും ഭൂമിയിലേക്ക് വന്നത്. ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുലശത്രുവാണ് എന്ന് അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലുടനീളം. എല്ലാം തന്ന, എല്ലാം സൃഷ്ടിച്ച, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിന്റെ വാക്കുകൾ ഒഴിവാക്കിയിട്ട് പൂർണ്ണ ശത്രുവായ പിശാചിന്റെ വാക്കെടുത്ത് നരകത്തിലേക്ക് പോകുന്ന പരിപാടി നിർത്തണം എന്ന് ഖുർആനിൽ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രൂപത്തിൽ പിഴച്ച ആളുകളെ ഏൽപ്പിക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരാജ്ഞ, അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. മലക്കളോട് പറയാ, പിടിച്ചിട്ട് എല്ലാ സത്യനിഷേധികളെയും എല്ലാ ധിക്കാരികളെയും നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുക. ഏത് നന്മ നാട്ടിൽ നടക്കുന്നുണ്ടോ അത് മുടക്കാൻ നടന്ന ആളുകളാണവർ. അവര് സക്കാത്ത് കൊടുത്തില്ല, അവര് സദക്ക കൊടുത്തില്ല, അവരുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച പൈസകൾ ഒന്നും തന്നെ അവരെന്റെ മാർഗത്തിലോ ഞാൻ പറഞ്ഞതിലോ ചെലവഴിച്ചില്ല. അവർ മന്നാവുല്ലിൽ ഖൈറാൻ, എല്ലാ നന്മയെയും മുടക്കാൻ നടന്ന ആളുകളാണ്. എവിടെയൊക്കെ എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതിന് പാര വെക്കുക, ഇതായിരുന്നു അവരുടെ പണി. പിടിച്ചെറിയടോ നരകത്തിലേക്ക് എന്ന് അള്ളാഹു പറയുന്ന ഒരവസ്ഥ. മുഅ്തദിം മുരീബ്, അവർ നന്മ മുടക്കുന്നവരാണ്, അവർ അതിക്രമികളാണ്, അവർ സംശയത്തിലാണ് ജീവിച്ചത്. അങ്ങനെ ഒരു പരലോകമുണ്ടോ? ഈ ദുനിയാവ് അവസാനിക്കുമോ? അങ്ങനെ ഒരു വിചാരണയുണ്ടോ? അതൊന്നും ഇല്ല. മനുഷ്യനെ പേടിപ്പിക്കാൻ വെറുതെ പറയാണ് എന്ന രൂപത്തിലുള്ള സംശയത്തിൽ ജീവിച്ച ആളുകളാണ് അവരെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ റബ്ബ് ഓർഡർ കൊടുക്കുന്ന രംഗം സൂറ ഖാഫിലൂടെ അല്ലാഹു തആല വിശദീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഐഹിക ജീവിതവും പാരത്രിക ജീവിതവും ശരിക്ക് വിലയിരുത്തിയിട്ട് നമുക്കവിടെ വിജയിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ആസൂത്രണം ചെയ്ത് അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിമായി ജീവിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനും അവസാനം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ പരിപൂർണമായ ബോധ്യത്തോടെ ഷഹാദത്ത് കലിമ ചൊല്ലി മരണപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, പരലോക വിശ്വാസം കൊണ്ട് പരിവർത്തനം വരുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഐഹിക ജീവിതത്തിന്റെ നൈമിഷികാവസ്ഥ തിരിച്ചറിഞ്ഞ് പരിവർത്തനപ്പെടുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബങ്ങളെ ഇതെല്ലാം ബോധ്യപ്പെടുത്താനും അവരെയും കൂട്ടി സ്വർഗത്തിലേക്ക് പോകാനും അള്ളാഹുവേ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് സുഹൃവലയങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, നിനക്കറിയാം. എല്ലാം എളുപ്പത്തിൽ പരിഹരിച്ചു തരണേ റഹ്മാനെ. പഠനത്തിൽ മുന്നേറാനും നല്ലത് പഠിക്കാനും പകർത്താനും തൗഫീഖ് നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ആണിനും പെണ്ണിനും അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.